ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് മഷ്റൂം കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് മുൻപായിട്ട് മഷ്റൂമിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം മഷ്റൂം നമ്മുടെ ശരീരത്തിലെ ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഹാർട്ടിന് വളരെ നല്ലതാണ് മഷ്റൂം കഴിക്കുന്നത്. പിന്നെ അനീമിയ ഉള്ള ആളുകൾക്ക് മഷ്റൂം കഴിക്കുന്നത് അവരുടെ അനീമിയ കുറക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ എല്ലുകൾക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ്. കാരണം ഇതിൽ വിറ്റമിൻ ഡി ഉണ്ട്, അതുപോലെ തന്നെ കാൽഷ്യം കണ്ടൻറ്റും കൂടുതലാണ്. പിന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അത് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അയൺ കണ്ടൻറ്റ് കുറവാണെങ്കിൽ അതിനു വേണ്ടിയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. അപ്പം മഷ്റൂം വളരെ നല്ലതാണ്. അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ യൂറിക് ആസിഡിൻ്റെ കംപ്ലൈൻ്റ് ഉള്ളവർ മഷ്റൂം കുറയ്ക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അത് യൂറിക് ആസിഡിന് അത്ര നല്ലതല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം നമുക്ക് ഇന്നത്തെ റെസിപ്പി നോക്കാം. അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓളും കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷനും പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ കുറച്ച് വെളുത്തുള്ളി പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കുടം വെളുത്തുള്ളി ഞാനിപ്പോൾ എടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇത് വയറിനൊക്കെ നല്ല ഗുണം ചെയ്യുന്ന കേട്ടോ. പിന്നെ ഞാൻ എടുത്തത് കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. ഒരു 15 കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. ഒരു 2 വറ്റൽ മുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മറ്റേ ചില്ലി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ ചെയ്യുകയാണെങ്കിൽ ഇതൊന്ന് വേവിച്ച ശേഷം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാൻ പറ്റും. എന്നാലും ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ബ്രൗൺ മഷ്റൂമാണ്, ബട്ടൺ മഷ്റൂമാണ്, ബ്രൗൺ ആണ് എടുത്തത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അധികം കട്ടിയോ അല്ല അധികം നേരിയതും അല്ലാത്ത രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തേ ഉള്ളൂ. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സാധാരണ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റും കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതൊക്കെ ഒന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഉപ്പും പഞ്ചസാരയൊക്കെ ഒന്ന് മിക്സ് ആയിട്ടൊന്ന് ബാലൻസായി വരട്ടെ. ഇനി ഞാനിതിലേക്ക് നേരത്തെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ച മഷ്റൂം ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം ഞാനിവിടെ ഒരു 400 ഗ്രാം മഷ്റൂമാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത് 400 ഗ്രാം ചേർക്കുമ്പോൾ തന്നെ അധികമൊന്നും ഉണ്ടാവില്ല. കാരണം ഇത് വെന്ത് കഴിയുമ്പോൾ ഇതൊന്ന് ചുരുങ്ങിപ്പോവും. അപ്പോൾ ഒരു 6 പേർക്ക് കഴിക്കാനുള്ള മഷ്റൂം ഇത് ഉണ്ടാവും കേട്ടോ. 2 ബോക്സ് മഷ്റൂമാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലയും എരിവും ഒക്കെ ഇതിലൊന്ന് പിടിക്കട്ടെ. ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ കുറച്ച് സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസ് സവാളയാണ് ചേർത്തത്. ഒരുപാടൊന്നും സവാളയും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തക്കാളി ചേർക്കുമ്പോൾ ഞാൻ ചെറുതായി മുറിച്ചിട്ടാട്ടോ ചേർത്ത് കൊടുത്തത്. എന്നാലേ പെട്ടെന്ന് അത് കുക്കായി കിട്ടുള്ളൂ. കാരണം ഇപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന തക്കാളി അത് ഒരുപാട് സമയം എടുക്കുന്നുണ്ട് വേവാനായിട്ട്. അപ്പോൾ ചെറുതായി മുറിച്ച് കൊടുത്താലേ നമുക്ക് പെട്ടെന്ന് അത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നമുക്ക് തക്കാളി വെന്തെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. തക്കാളിയും ഉള്ളിയും ഒക്കെ റെഡി ആയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം മാത്രം ബാക്കിയുള്ള ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിൽ ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം തക്കാളിയും ഉള്ളിയും ഒക്കെ വെന്ത് നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നല്ല കട്ടിയുള്ള കുറച്ച് തേങ്ങാപ്പാലും കൂടെ കലക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത്. 2 ടേബിൾ സ്പൂൺ മാഗിയുടെ പൗഡറാണ് തേങ്ങാപ്പാലിൻ്റെ. അത് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ കുറച്ച് വെള്ളത്തിൽ കലക്കി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഈ കറിക്കൊരു തിക്നെസ്സും അതുപോലെ തന്നെ കുറച്ചൊന്ന് ഷൈനിങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ഈ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക്
അവോയ്ഡ് ചെയ്യുക കേട്ടോ. വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി, കുഴപ്പമില്ല. ഇപ്പോൾ തേങ്ങാപ്പാൽ എന്തായാലും ചേർത്ത് കൊടുക്കുക, എന്നിട്ട് അതൊന്ന് കുറുക്കിയെടുത്താൽ മതി. കോൺഫ്ലോർ വേണമെങ്കിൽ മാത്രം, നിങ്ങളൊരു ഗസ്റ്റ് വരുന്ന സമയത്തൊക്കെയാണ് പ്രസൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുത്താൽ അത് കാണുമ്പോൾ നല്ലൊരു റിച്ച് ലുക്ക് ഉണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് കോൺഫ്ലോർ ചേർത്തത്. അപ്പോൾ എൻ്റെ ഗാർലിക് ചില്ലി മഷ്റൂം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മഷ്റൂം റെസിപ്പിയാണ്. അതുമാത്രമല്ല നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാനായിട്ട്. ഇതിന് തേങ്ങാപ്പാലും ഈ കുറുകിയിരിക്കുന്ന തേങ്ങാപ്പാലും അതുപോലെ മുളകും വെളുത്തുള്ളിയുടെ ടേസ്റ്റും എല്ലാം കൂടെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സോടെ എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയെടുക്കട്ടെ. പിന്നെ ഇത് ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നമുക്ക് പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടുന്ന ഫ്രോസൺ ചപ്പാത്തി ഉണ്ട്, സാറാ ചപ്പാത്തി. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഇപ്പം കഴിക്കാൻ പോകുന്നത്. ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാം, അതിന് ശേഷം നമുക്ക് കഴിക്കാം. കണ്ടതുപോലെ ചപ്പാത്തിയുടെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ മുമ്പ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചപ്പാത്തിയുടെ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ബാലൻസ് വന്നപ്പോൾ പിറ്റേന്ന് ചോറിൻ്റെ കൂടെയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും അതിനും നല്ല മാച്ച് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണെന്ന്. കാരണം അതിൽ നമ്മൾ സോസുകളൊന്നും ചേർക്കുന്നില്ല, മുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കൊടുക്കുക. ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.